أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات. اللهم صل على سيدنا محمد الكريم الآباء والأمهات. عن تسع نسوة وفاة المصطفى خيرنا فاخترنا النبي المكتفى. عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مريا. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയ ഉമ്മമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരൊക്കെ സലാം അടക്കിയില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവില്, ഒരുപാട് നാളത്തെ അധ്വാനത്തിനൊടുവില് ഈ തെങ്ങിൻ തോട്ടത്തിൽ തറവാട് മുറ്റത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് അല്ലേ? ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഈ തറവാട് മുറ്റം സാക്ഷിയാവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെക്കുന്ന മുഖങ്ങൾ, ഹൃദയങ്ങൾ കൈകോർക്കുന്ന ഒരിടമായി, വെറും ഒരു കുടുംബ സംഗമമല്ല, ഒരു ഹൃദയ സംഗമത്തിന് സാക്ഷിയാവുകയാണ് ഇന്നും നാളെയും ഈ തറവാട്ട് മുറ്റം. ഇങ്ങനെ ഒരു തൗഫീഖ് നൽകിയ സർവശക്തനായ നാഥനെ മനസ്സറിഞ്ഞ് സ്തുതിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കണ്ടിയിൽ തറവാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയോ? അല്ലേ? അറിയില്ല. ഞാൻ ആലുപ്പറമ്പത്തെ ഉമ്മച്ചിന്റെ മൂത്ത മകൾ, ആയിഷമ്മച്ചിന്റെ മൂത്ത മകൾ, സുഹറമ്മയുടെ മോളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്. മാവൂരാണ് സ്ഥലം, ഭർത്താവ് UAE-യിലാണ്. അങ്ങനെയൊക്കെയാണ് ടീച്ചിങ് ട്രെയിനിങ് മേഖലയിലൊക്കെ അങ്ങനെ ചെറിയ ഇതുമായിട്ടായിട്ട് പോവാണ്. അൽഹംദുലില്ലാ, വളരെ റാഹത്തായിട്ട് കുടുംബജീവിതവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് എന്നാൽ സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു ബന്ധമാണല്ലോ കുടുംബ ബന്ധം, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? സ്വർഗത്തിൽ നിന്നേ ഇത് തുടങ്ങിയതാണ്, അവസാനം എവിടെ തന്നെ എത്തുന്നുണ്ട്? സ്വർഗത്തിലും എത്തുന്നുണ്ട് അല്ലേ? സ്വർഗത്തിലും നമുക്കൊരു കുടുംബ ജീവിതമുണ്ട് അല്ലേ? അതിനെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടിയിൽ തറവാടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകാം. എനിക്ക് ഒരുപാട് ഓർമ്മകളൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലം കുറേ ചെലവഴിച്ചത് എൻ്റെ ഈ ഉമ്മച്ചിൻ്റെ കൂടെ ആയതുകൊണ്ടും, പിന്നെ എവിടെ പോവുകയാണെങ്കിലും ജനിച്ചോടത്താണേലും മരിച്ചോടത്താണേലും പേരക്കുട്ടികളെ വിരലിൽ തൂക്കി ഓടുന്നൊരു സ്വഭാവം ഉമ്മച്ചിക്ക് ഉള്ളതുകൊണ്ടും 1-2 തവണയൊക്കെ ഈ തറവാട്ടിൽ വരാനും വല്യപ്പനെയും വല്യമ്മനൊക്കെ കാണാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വളരെ പ്ലാൻഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, പ്ലാൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്താ ഉറങ്ങാണോ? അവിടെ പലഹാരം തീർന്നു പോകുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കുടിക്കാം അല്ലേ? നിങ്ങളെല്ലാവരും ചെറുപ്പത്തിലെ താരാട്ടുപാട്ടൊക്കെ കേട്ട് വളർന്നോളല്ലേ? ആണോ? അല്ലേ? എൻ്റെ കൂടെ ഒരു താരാട്ടുപാട്ട് പാടുമോ? എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ടാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
മാഫി കൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി കൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വലിയ പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കില്ല. ചെറിയൊരു കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ? കഥയൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും അല്ലേ? ഈ കഥ നടക്കുന്നത് ഒരു പട്ടണത്തിലാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാന്ന് വെച്ചാല് നിങ്ങളും ആ പട്ടണത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന കുറച്ച് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കുറച്ച് ആളുകളുമാണ്. ആ പട്ടണത്തിന്റെ മധ്യഭാഗത്തിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേക്ക് ഇരുവശത്തുമായിട്ട് രണ്ട് വശത്തുമായിട്ട് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റിലൊക്കെ ഒരു വശത്തുള്ള ഫ്ലാറ്റില് നല്ലവരായിട്ടുള്ള 100 ആളുകളാണ് താമസിക്കുന്നത്. കേൾക്കുന്നില്ലേ ബേക്കോട്ടൊക്കെ അല്ലേ? അപ്പം ആ ഹൈവേയുടെ മറുവശത്തുള്ള ഫ്ലാറ്റില് ചീത്ത സ്വഭാവമുള്ള ഒരുപാട് തിന്മകൾ ചെയ്യുന്ന 200 ആളുകളുമാണ് താമസിക്കുന്നത്. അതായത് ഒരു വശത്ത് നല്ലവരായിട്ടുള്ള 100 ആളുകളും മറ്റേ വശത്ത് ചീത്ത സ്വഭാവമുള്ള 200 ആളുകളുമാണ് താമസിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ആ ഹൈവേയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഈ 2 ഫ്ലാറ്റുകളിൽ നിന്നായിട്ട് ഈ റോഡിന്റെ 2 വശത്തുള്ള ഫ്ലാറ്റുകളിൽ നിന്നും നല്ല പുക ഉയരുന്നുണ്ട്. ഭയങ്കര പുക ഉയരുന്നുണ്ട്. അവിടെ തീപിടുത്തം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ തീജ്വാലകൾ കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല. അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ വേഗം ആംബുലൻസ് വിളിക്കുകയാണ്. പിന്നീട് പെട്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വിഭവം കൊണ്ട് ഇതിൽ ഒരു ഭാഗത്തുള്ള ഫ്ലാറ്റിലുള്ള ആളുകളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആരെയായിരിക്കും രക്ഷിക്കുക? പേരെന്തേലും റാബിയമ്മായി പറയാണ് നല്ലവരായിട്ടുള്ള 100 ആളുകളെയാണ് രക്ഷിക്കാൻ. നിങ്ങളൊക്കെ ആരെയാ രക്ഷിക്കുക? 100 ആളുകൾ. ഷാനാസമ്മായി പറഞ്ഞ് 100 ആളുകളെയാണ് രക്ഷിക്കുക. നല്ല ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ 200 ആളുകൾ രക്ഷപ്പെട്ട ശേഷം അവര് നന്നായാലോ? ഒരു വശത്തുള്ള ആളുകളെ മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള വിഭവം അനുസരിച്ചിട്ട്. വേറെന്തെങ്കിലും ഉത്തരം ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഞാൻ തന്നെ പറയണോ? നിങ്ങൾക്ക് ആരെയും രക്ഷിക്കാൻ കഴിയൂല. കാരണം എന്താ വിളിച്ചേ? ആംബുലൻസേ വിളിച്ചിട്ടുള്ളൂ. ആംബുലൻസ് വിളിച്ചാൽ ആ തീപിടുത്തത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ? ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം വളരെ അധികം ശ്രദ്ധയോടെ കാത് കൂർപ്പിച്ചിരുന്ന് ശ്രദ്ധിക്കാം. ഓക്കെ? അപ്പൊ നമ്മളെ വിഷയം എന്താന്ന് വെച്ചാൽ എവർ ലാസ്റ്റിംഗ് എൻജോയ്മെന്റ് ആണ്. എവർ ലാസ്റ്റിംഗ് എൻജോയ്മെന്റ് ഇംഗ്ലീഷ് ഒക്കെ പറയാണ്. അപ്പൊ ഇപ്പൊ അവിടെ വന്ന് നയ്യറിന്റെ അമ്മച്ചൊക്കെ ചിന്തിക്കുന്നത് അല്ലേ? ഇംഗ്ലീഷ് ഒന്നും അല്ല, ശാശ്വതമായൊരു ആസ്വാദനം. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെ? ഞാൻ ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മിസ്സേ, ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. നിങ്ങളോടൊക്കെ നിങ്ങളെ മക്കൾ പറയാറില്ലേ അല്ലേ? ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. വേണ്ടേ? ജീവിതം ആസ്വദിക്കാനുള്ളതാണോ? ആണോ? അല്ലേ? ആണ്. ഞാൻ എൻ്റെ കൂടെ. ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം? അടിച്ചു പൊളിക്കണം അല്ലേ? ആസ്വദിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പോവളയാടുന്ന് നമ്മളിപ്പോ പറയാൻ കണ്ടൊരു സാധനം എന്നാണ് എൻ്റെ അമ്മച്ചി പറയുന്നത്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് ശരിക്കും ആസ്വദിക്കന്നെ വേണം. ഒരിക്കല് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ചെന്നപ്പോ അവിടെ ഉമ്മ ദർദാ റളിയല്ലാഹു അൻഹ ഉണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മ ദർദാ റളിയല്ലാഹു അൻഹ ഉണ്ട്. അപ്പൊ അവര് തീരെ എന്താ പറയാ, ഒരു ആകർഷണീയതയൊന്നും ഇല്ലാതെ, ഒരു
ഡ്രസ്സൊന്നും ഒരു ഒരുങ്ങാത്ത രീതിയിൽ നിൽക്കാന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഒരുക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ എന്താ നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങളുടെ സഹോദരന് ദുനിയാവിന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന് പകൽ മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരാണ്. അപ്പോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ, നിങ്ങളെ നോമ്പ് നോൽക്കാണെങ്കിൽ ഞാനും കഴിക്കുന്നില്ല, നിങ്ങൾ കഴിക്കാതെ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടെ നോമ്പ് മുറിച്ചിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ രാത്രിയായി. നിങ്ങളൊക്കെ കേട്ട ചരിത്രങ്ങളാണ് അല്ലേ. അങ്ങനെ രാത്രിയായ സമയത്ത് സൽമാനുൽ ഫാരിസി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉറങ്ങാനുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, ഇപ്പൊ നിസ്കരിക്കണ്ട, ഇപ്പൊ നിങ്ങൾ ഉറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഉറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും എണീറ്റു. ആര്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു വീണ്ടും എണീറ്റു, നിസ്കരിക്കാൻ വേണ്ടി വരും. അപ്പോഴും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്, അവിടെ കിടക്കണം, ആയിട്ടില്ല, കുറച്ചുകൂടി നിങ്ങൾ വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രിയുടെ അവസാന ഭാഗമായപ്പോ എന്ത് ചെയ്തു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് അവർ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു. രാവിലായപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടി, അള്ളാന്റെ റസൂലേ, എന്നെ ഈ സൽമാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ നോമ്പ് മുറിപ്പിച്ചു, എന്നെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, എന്താണ് ഞാൻ ചെയ്യാം? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് കടമകളുണ്ട്, അതേപോലെ നിങ്ങളുടെ കുടുംബത്തോട് അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളോടുള്ള കടമകളുണ്ട്, ഇതെല്ലാം നിങ്ങൾ നിർവഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, സൽമാൻ പറഞ്ഞതാണ് ശരി, നമുക്ക് നമ്മുടെ ശരീരത്തോട് കടമകളുണ്ട്, നമ്മുടെ ശരീരത്തിന് വിശ്രമിക്കാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം, വിശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ കുടുംബത്തോട് നമുക്ക് കടമകളുണ്ട്, നമ്മുടെ കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോടുള്ള കടമകൾ നമ്മൾ നിർവഹിച്ചേ മതിയാവും. നമ്മളെ മക്കളോട് നമുക്ക് കടമകളുണ്ട് അല്ലേ, അതേപോലെ നമ്മളെ റബ്ബിനോട് നമുക്ക് എന്തുണ്ട്, കടമകളുണ്ട്. ഇത്രയാണ് ആ ഒരു സംഭവം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ലോകത്തേക്ക് അയച്ചത് വെറും നിസ്കരിക്കാൻ മാത്രമാണോ? നിസ്കരിക്കാൻ നോക്കുക, യൂട്യൂബിന്റെ മുന്നിൽ നിങ്ങൾ ചെല്ലതിന് മാത്രമാണോ പറഞ്ഞത്? അല്ല, എല്ലാം എന്താണ്, ഇബാദത്താണ്. നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. പക്ഷേ വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല ഇബാദത്ത്, അത് ഇബാദത്താണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ശ്വാസവും നിശ്വാസവും എല്ലാം നമ്മൾ എന്താക്കി മാറ്റണം, ഇബാദത്താക്കി നമ്മൾ മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോകത്തും പരലോകത്തും നമുക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലേ. അപ്പോ ഭയങ്കര സംസാരം ഉണ്ടല്ലേ, കുട്ടികളെ സംസാരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കുടുംബ ജീവിതത്തിലും നമ്മളെ വ്യക്തി ജീവിതത്തിലൊക്കെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ? എന്തൊരു അമലും ഇബാദത്തായി മാറണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? നിയ്യത്ത് നന്നാക്കാന്നുള്ളതാണ് അല്ലേ. നമ്മൾ രാവിലെ തന്നെ രാത്രി കടുക്കുമ്പോൾ തന്നെ നമുക്ക് തലവേദനയാണ്. രാവിലെ അപ്പം ആ പത്തിരൊക്കെ പാടൊക്കെ വെച്ച് ചൂടാണ്. നമുക്ക് എന്തൊക്കെ ഈ ഒരു പ്രാഗലോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, രാവിലെ എണീറ്റ് വരിക. അപ്പൊ അതൊരു ഇബാദത്തായിട്ട്, ആ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്തായിട്ട് മാറോ?
ഇല്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ നല്ല മനസ്സോട് കൂടി നല്ല നീയത്തോട് കൂടി ഒരു ഇബാദത്ത് ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി അതെൻ്റെ ഭർത്താവും കുട്ടികളും അത് കഴിക്കുമ്പോൾ അവർക്ക് അതിലൂടെ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് അവർ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർ നല്ല കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ ഒക്കെ ഒരു പങ്ക് ആർക്കാ കിട്ടുന്നത്? ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത നമ്മക്കല്ലേ കിട്ടുന്നത്. അങ്ങനെ നമ്മളെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് വൃത്തി ഈമാനിന്റെ പകുതിയാണ്. ഈ ഒരക്കമല മുറ്റ ഈ മാവ് കുഴിച്ചിടുമ്പോഴേ ഞാൻ പറയുന്നത് ഇവിടെ കുഴിച്ചിട്ടുണ്ടാന്ന് അല്ലെ. ഇങ്ങനെ ഒരു പ്രാതിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? ആ ഒരു ഇബാദത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടൂല അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കൺസെപ്റ്റിൽ ആസ്വദിക്കുമ്പോൾ അത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റൂല? അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് വന്നു ചേരാതെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും മനസ്സറിഞ്ഞ് ആസ്വദിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കഥ പറഞ്ഞു. കഥ പറയുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഉഷാറാ, ബാക്കി പറയുമ്പോൾ ഒക്കെ എങ്ങനെ. വേറൊരു കഥ പറഞ്ഞാലോ എന്നാല് അല്ലേ? ഒരു രാജ്യത്ത് നല്ലവനായിട്ടുള്ളൊരു രാജാവുണ്ട്. നല്ല രാജാവായിരുന്നു, കാരുണ്യവാനായിരുന്നു, പ്രജകളുടെ എല്ലാ ക്ഷേമത്തിലും ഐശ്വര്യത്തിലൊക്കെ നല്ല എന്താ പറയാ എന്ത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആ രാജാവ്. ഒരിക്കലേ ആ രാജാവിൻ്റെ അടുക്കല് പാവപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, രാജാവേ, ഞാനൊരു ദരിദ്രനാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സമ്പത്തില്ല, ഒന്നുമില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യാം, എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നെന്ന് വിചാരിച്ചിട്ട് അതെന്താവൂല, നിനക്ക് മതിയാവൂല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ അരമനയിലെ എൻ്റെ ബെഡ്റൂമിലെ 2 മണിക്കൂർ സമയം ഞാൻ നിനക്ക് അനുവദിച്ചു തരാം. ഈ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ അവിടെ നിന്ന് എടുക്കാം, എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം അവിടെ നിന്ന് എടുക്കാം. 2 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും അധികം അവിടെ ചെലവഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? വളരെ സന്തോഷത്തോടു കൂടി രാജാവിൻ്റെ അരമനയിലേക്ക് കയറാണ്. രാജാവിൻ്റെ ബെഡ്റൂമാണ്. അത് കണ്ട പാടന്നെ അയാൾ എന്ത് ചെയ്തു? ആകെ അങ്ങോട്ട് അന്തം വിട്ടു. ഭയങ്കര സെറ്റപ്പ്, മുത്തും പവിഴവും മാണിക്യവും എന്താ പറയാ അതൊക്കെ കൊണ്ട് കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച മനോഹരമായ ബെഡ്റൂം. ഇയാൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ 2 മണിക്കൂർ സമയം ഉണ്ടല്ലോ. ഞാൻ ഇവിടെ തുടങ്ങി ബാക്കിയുള്ളവരോട് പറയണേ, ഇവിടെ 2 മണിക്കൂർ സമയം ഉണ്ടല്ലോ. അപ്പൊ ഇയാൾ വിചാരിച്ചെന്ത്, ഇപ്പം തന്നെ എല്ലാം കൂടി വാരി കൂട്ടണ്ട, എന്ത് ചെയ്യാ, 2 മണിക്കൂർ സമയം ഉണ്ടല്ലോ, കുറച്ച് ഇവിടെ ഒന്ന് കാണാം, ഇതൊക്കെ ഒന്ന് അനുഭവിക്കാം, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം, ഇവിടെ ഒന്ന് അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അവിടെ ഒക്കെ ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് ഇങ്ങനൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് രാജാവിന് കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം അവിടെ കണ്ടത്. അയാൾ അതൊന്ന് പോയി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. ടേസ്റ്റ് നോക്കിയപ്പോൾ അപാരമായ രുചി, ഭയങ്കര ടേസ്റ്റ്. അയാൾ എന്ത് ചെയ്തു? മുഴുവൻ തിന്ന്, ജീവിതത്തിൽ ഇന്നേ വരെ തിന്നാത്ത ഭക്ഷണം. പിന്നെ അത് തിന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? ഒന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം തോന്നി. അപ്പോൾ അയാൾ വിചാരിച്ചു 1/2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, ഇനി എത്ര മണിക്കൂർ സമയം കൊടുത്തേ? 2 മണിക്കൂർ എടുത്ത്, ഇനി 1.5 മണിക്കൂർ ഇനിയും ബാക്കിയില്ലേ. അപ്പൊ എന്ത് ചെയ്തു? ബാത്റൂമിലൊക്കെ പോയി. അവിടെ ഒക്കെ ഒന്ന് മനോഹരമായ ബാത്റൂം, മാർബിളിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് അടിപൊളി ബാത്റൂം, അതൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് എന്ത് ചെയ്തു? അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അയാൾ വന്ന് പിന്നെ അയാൾ ഇങ്ങനെ കറങ്ങ. അയാൾക്ക് കണ്ടിട്ട് കൊതി തീരുന്നില്ല. അപ്പോഴാണ് രാജാവിന്റെ പട്ടുമെത്ത അവിടെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്തു? മെല്ലെ ഒന്ന് തൊട്ടുനോക്കി. തൂവല് പോലെ സോഫ്റ്റ്, ഭയങ്കര സുഖം. തൊട്ടപ്പോൾ അയാൾ മെല്ലെ ഒന്ന് ഇരുന്ന് നോക്കി. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്തൊരു സുഖം. അയാൾ മെല്ലെ അവിടെ കിടന്ന് അയാൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അതാ 2 മണിക്കൂർ സമയം കഴിഞ്ഞ് രാജാവിന്റെ ഭടന്മാർ വന്നിട്ട് മുട്ടലോട് മുട്ടല്. അയാൾ ഞെട്ടി എണീറ്റു. അങ്ങനെ ഭടന്മാർ പറയാണ്, നിങ്ങളെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇറങ്ങിക്കോളിന്ന്. അപ്പൊ അയാൾ പറയാണ്, ആയിട്ടില്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഒരു 2 മുത്തെങ്കിലും എടുക്കട്ടെ, 2 പവിഴെങ്കിലും എടുക്കട്ടെ, ആയിട്ടില്ല, ഒരു സെക്കൻഡ് സമയം, പ്ലീസ് 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 എന്ന് അയാൾ ഇങ്ങനെ പറയാണ്. അപ്പൊ ഭടന്മാർ പറയാണ്, എന്താ
എന്താണെന്നറിയോ? ഇല്ല, നമ്മളെ രാജാവ് ഭയങ്കര കാരുണ്യവാനാണ്, നല്ല രാജാവാണ്. പക്ഷെ അനുവദിച്ച സമയത്തിൽ നിന്നും ഒരു സെക്കൻഡ് പോലും നമുക്ക് എന്ത് ചെയ്യൂല, അധികം തരൂല. ഇയാളെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? എന്താ അമ്മ ഇയാളെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? ഇയാൾ നല്ല ബുദ്ധിമാനാണോ അല്ല ഒരു പൊട്ടനാണോ? പൊട്ടനാണില്ലേ? അല്ലേ? അയാളതൊക്കെ ആസ്വദിച്ചണല്ലോ എന്നാണ് അമ്മായി വിചാരിക്കുന്നത്. ശരി, നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം? ഇയാള് ബുദ്ധിമാനാണോ പൊട്ടനാണോ? പൊട്ടൻ തന്നെയാണ് അല്ലേ? കാരണം അയാള് അതിൽ നിന്നും ഒരു മുത്തെങ്കിലും അയാൾ എടുത്തിരുന്നെങ്കിൽ, ഒരു പവിഴമെങ്കിലും അയാൾ മാറിയിരുന്നെങ്കിൽ അത്ര ആ 2 മണിക്കൂർ അനുഭവിച്ചതിനേക്കാൾ വലിയ സുഖ സൗകര്യത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു? ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ പറ്റിയിരുന്നു അല്ലേ? ഒരു രത്നമെങ്കിലും അയാൾ എടുത്തിരുന്നെങ്കിൽ അപ്പൊ അയാൾ കഴിച്ചതിനേക്കാൾ സുഖമുള്ള ഭക്ഷണം അയാൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കായിരുന്നു. ഇതെന്നല്ലേ നമ്മളെ അവസ്ഥ? ആണോ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സമയം ഇവിടെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു സമയം പലപ്പോഴും നമ്മൾ അതിന്റെ വില അറിയാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ദുനിയാവിന്റെ നൈമിഷികമായ സുഖത്തില് ആ സമയം അങ്ങനെ കഴിഞ്ഞു പോവാണ്. അവസാന സമയത്ത് അസ്രായേൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു മനുഷ്യൻ ഏറ്റവും അധികം ദുനിയാവിലെ സമയത്തെ വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 3 സന്ദർഭങ്ങളാണ് പറയുന്നത്. ഒന്ന് മരണസമയത്ത് നമ്മൾ കൊതിക്കും, എന്ത്, ഒന്നും കൂടി ഒരു സെക്കൻഡ് കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരു ലുഹാ കൂടി നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് സലാത്ത് ചെല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാത്തൂനോടൊന്ന് പോയി പൊരുത്തപ്പെടിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് സലാം പറഞ്ഞിരുന്നെങ്കിൽ, ഈ ദുനിയാവിൽ നമ്മൾ ഏറ്റവും ദുനിയാവിലെ സമയം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന ഒരു ഭയങ്കരമായ ഒരു സമയമായിരിക്കും എന്ത്, ആ മരണ സമയം എന്ന് പറയുന്നത് അല്ലേ? ഇതേപോലെ തന്നെയാണ് മീസാന്റെ അടുക്കലുള്ള ആ ഒരു സമയം. നന്മകൾ തിന്മകൾ ഇങ്ങനെ തൂക്കുമ്പോ അല്ലെ കുറഞ്ഞ പോരായ്മകൾ ഉണ്ടാവും അല്ലെ? നന്മ പൊന്താൻ കുറഞ്ഞ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്ത്, പഠിച്ചോനെ ഒന്നുകൂടി ആ ദുനിയാവിലേക്ക് പോവാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, എന്താ പറയാ, ഒരു 10 സലാത്തെങ്കിലും ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെ കുറച്ച് സുന്നത്തെങ്കിലും നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധം ചേർത്താനൊന്ന് പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ മീസാന്റെ അടുക്കൽ എന്ന് പറയുന്നത്. 3-മത് എവിടാന്നറിയോ? ആ സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ, നമ്മളെ കണ്ണിലൊന്നും ഒന്നും അല്ലാതിരുന്ന, നമ്മളൊരു വിലയും കൊടുക്കാതിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോണെ കാണുമ്പോൾ പഠിച്ചോനെ ഇവനൊക്കെ എന്തെങ്കിലല്ലേ ചെയ്തിരുന്നേ, എനിക്ക് ഒന്നുകൂടി ആ ഭൂമിയിലേക്കൊന്ന് പോവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ? അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ തന്നിട്ടുള്ള നമ്മളെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അത് നമ്മൾ ശരിക്കും ആസ്വദിച്ചും ആഘോഷിച്ചും തന്നെ ജീവിക്കണം അല്ലാഹു പറഞ്ഞ മാർഗത്തിന്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നിത്യമായ ശാശ്വതമായ ഒരു ആസ്വാദനത്തിന്റെ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണം. നിങ്ങളൊന്ന് ആലോചിച്ചത്, നിങ്ങളെ ജീവിതത്തില് ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവില്ലേ? ഇത്രയും ദിവസം ജീവിച്ചതില് ഏറ്റവും അധികം സന്തോഷം ഉണ്ടായ ഒരു ദിവസം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായില്ലേ? നല്ല കുട്ടി അല്ലേ? എപ്പോഴേനു മോനെ സന്തോഷം ഉണ്ടായിനി? ജനിച്ചപ്പം തന്നെ സന്തോഷവാനായിട്ട് വന്നിട്ടുള്ള ആളാണ് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മളൊക്കെ ജനിച്ചപ്പോ കരഞ്ഞുകൊണ്ടാ വന്ന്, എന്തിനാ പഠിച്ചവനെ കൊണ്ട് ജനിപ്പിച്ചേ വിചാരിച്ചിട്ട്. ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ നല്ല സന്തോഷം. മോനെ ജനിക്കുമ്പോ തന്നെ നല്ല സന്തോഷം, മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാ അല്ലേ? അപ്പൊ നമ്മളെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചത്, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവും, ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ സന്തോഷം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. അതപ്പം കുറച്ച് സമയം ഉണ്ടാവും, കഴിഞ്ഞ്. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ? ഏതെങ്കിലും പ്രശ്നം കുറെ കാലം നിലനിന്നിട്ടുണ്ടോ? എന്തിനെങ്കിലും പേരിൽ നമ്മൾ ദീർഘകാലം മരണം വരെ വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. അതൊരു സമയത്ത് നമുക്കൊരു പ്രയാസം, വിഷമം, സങ്കടമൊക്കെ ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് മാറിപ്പോവും അല്ലേ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തായാലും പരീക്ഷിക്കും
പരീക്ഷിക്കുമെന്ന് നമ്മളോട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, അല്ലേ? ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കും, സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കും, ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, രോഗം തന്ന് പരീക്ഷിക്കും, അല്ലേ? ഇങ്ങനെ പല പരീക്ഷണങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. പക്ഷേ എല്ലാം എൻ്റെ റബ്ബാണ് എനിക്ക് തരുന്നത് എന്നുള്ളൊരു ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് എന്തൊക്കെ തരണ്ടെന്ന് എൻ്റെ റബ്ബിനറിയാം. എൻ്റെ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതേ എൻ്റെ റബ്ബ് എനിക്ക് തരുള്ളൂ എന്നുള്ളൊരു ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആ പരീക്ഷണങ്ങളൊന്നും എന്താവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് ആരായിരിക്കും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അല്ലേ? ജനിച്ചപ്പം തന്നെ ഉപ്പല്ല, ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മല്ല, പിന്നെ ആകണ്ടായിരുന്ന വെല്ലിപ്പ അതും മരണപ്പെട്ടു. എന്താ പറയാ, സ്വന്തം നാട്ടുകാർ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച് വാനോളം പുകഴ്ത്തിയ നാട്ടുകാരെ നമ്മൾ എന്ത് ചെയ്തു, തങ്ങൾ എന്ത് ചെയ്തു, അവഗണിച്ചു, അല്ലെ? ആ മലഞ്ചെരുവിൽ 3 വർഷക്കാലം തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങള്, കൂടെ ഉണ്ടായിരുന്ന എന്തിനും താങ്ങും തണലുമായി ഉണ്ടായിരുന്ന അബൂ താലിബിന്റെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, ഇതൊക്കെ എന്താണ്, വളരെയധികം പ്രയാസത്തോടെ ജീവിച്ച ഒരു മനുഷ്യനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? എന്നിട്ട് സ്വന്തം നാടും വീടൊക്കെ വിട്ടുപോയി, സ്വന്തം കുടുംബക്കാരായ തായിഫുകാർ വരെ വളരെയധികം പ്രയാസപ്പെടുത്തി. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ എന്തോ സമാധാനം, യുദ്ധങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ അതിനിടയിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യമാരോട് തമാശ പറഞ്ഞില്ലേ, ഭാര്യമാരെ കൂടെ കളിച്ചില്ലേ, അതേപോലെ മക്കളെ കൂടെ കളിച്ചില്ലേ, ജീവിതം ആസ്വദിക്കാൻ അതിനൊക്കെ ഇടയിലും ആരൊക്കെ സമയം കണ്ടിട്ടുണ്ടായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ആസ്വദിച്ച് എല്ലാ രീതിയിലും ജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം മുന്നിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, അല്ലേ? നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പല്ലുവേദന വരുമ്പോൾ 24 മണിക്കൂറിൽ 23.5 മണിക്കൂറും പല്ലുവേദന ഉണ്ടാവില്ല. 23.5 മണിക്കൂർ നമുക്ക് നല്ല റാഹത്തായിരുന്നു. ആ റാഹത്തുള്ളതൊക്കെ നമ്മൾ മറക്കും. നമ്മൾ ഏതേ ഓർക്കുള്ളൂ? ആ അരമണിക്കൂർ പല്ലുവേദനയെ നമ്മൾ ഓർക്കുള്ളൂ. ശരിക്കും നമ്മൾ അപ്പം ചിന്തിക്കേണ്ടത് എന്താ, എൻ്റെ റബ്ബ് 23 ഇത്രയും സമയം അല്ലെ, ഇത്രയും വയസ്സ് വരെ എനിക്കൊരു പല്ലുവേദന പോലും തന്നില്ലല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ എന്തൊരു പ്രയാസം നമുക്ക് വരുന്ന സമയത്തും നമ്മൾ റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശുക്ർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇങ്ങനെ നന്ദി കാണിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഏറ്റി തരും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളെ വീടിന്റെ അടുത്ത ഒരു അയൽവാസി ഉണ്ട്, നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഭയങ്കര നന്ദിയാണ്, എപ്പം ഇങ്ങനെ നന്ദി കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചോദിക്കാതെ തന്നെ പിന്നെയും കൊടുക്കാൻ തോന്നുമല്ലേ? എന്നാലേ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു നന്ദിയായിട്ട് കാണിക്കൂല. ഒരു സിനിമയും കാണുമ്പോൾ കുറേ തെറ്റും ചെയ്ത് ഇങ്ങനെ നടക്കും. നിങ്ങൾ കൊടുക്കാൻ തോന്നോ? ചോദിച്ചാൽ തന്നെ കൊടുക്കാൻ തോന്നൂല. കൊടുക്കൂല എന്ന് മാത്രമല്ല, എല്ലാവരോടും പറയുകയും ചെയ്യും, അച്ഛനൊക്കെ ഒരു സാധനം കൊടുത്തു പോകണ്ട, അച്ഛാതി മനുഷ്യന്മാരാണ്, അറിയില്ലേ? എന്നാൽ നമ്മൾ നന്ദി കാണിക്കുന്നവരോടാണ് എന്തുണ്ടാകുക, റബ്ബിനാണെങ്കിലും കൂടുതൽ കൊടുക്കാനും അനുഗ്രഹങ്ങൾ വാരി കൊടുക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ലോകത്തുള്ള ദുഃഖങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും സന്തോഷങ്ങളൊക്കെ ആണെങ്കിലും നൈമിഷികമാണ്, അവസാനിക്കുന്നതാണ്. എന്നാൽ നാളെ നമുക്കൊരു പരലോകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കൈവക്കും. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലേ? സ്വർഗത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം? നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണ്ടേ? സ്വർഗത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം? പറയും. എന്ത് നന്മകൾ അധികരിപ്പിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ, ശരിയാണ്. പിന്നെ കുടുംബ ബന്ധം ചേർക്കണം. സ്വർഗത്തിൽ എന്താ ഉണ്ടാവുക, അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ എന്താണ് അവിടെ ഉണ്ടാവുക? എല്ലാം ഉണ്ടാവും, ആഗ്രഹിക്കുന്നൊക്കെ കിട്ടും. അതിന്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ലേ? എന്നാ നരകത്തിലോ? പാമ്പ്, എന്താണ്?
പാമ്പ്, പിന്നെ തേള്, പാമ്പ്, തേള്, പിന്നെ തീ അല്ലേ? നമ്മളൊരിക്കലും പോവാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് ഈ നരകം. അതിനെക്കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം. എന്നാൽ നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരിടമാണ് എന്ത്? സ്വർഗം. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ നിങ്ങളെ സ്വർഗം പഠിപ്പിക്കാൻ വന്നല്ല, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ അറിയോ? നമ്മൾ കണ്ണടിച്ചിരുന്ന് ആ സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ പോണതൊക്കെ എന്ത് ചെയ്യുക? സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ സ്വർഗം നമ്മൾ ആസ്വദിക്കുക മനസ്സിൽ. എവിടുന്ന് തന്നെ? ഈ ലോകത്ത് നിന്ന് തന്നെ. അപ്പൊ നമുക്ക് തീർച്ചയായും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. ഒരിക്കലും അമല് കൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? സ്വർഗം കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടും. നിങ്ങളൊന്ന് കണ്ണടിച്ചൊന്ന് സ്വർഗം കണ്ടോക്ക്. അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എവർ ലാസ്റ്റിംഗ് എൻജോയ്മെന്റ് ആണ് എവിടെ? സ്വർഗം. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എന്ത്? ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചതാണ് എന്ത്? ഈ കുടുംബ ജീവിതം. നമുക്ക് അവിടെ എവിടേക്ക് തന്നെ എത്തിച്ചേരണം? ഈ കുടുംബ ജീവിതം കൊണ്ട് നമ്മൾ കുടുംബത്തോടെ നമുക്ക് എവിടെയും ജീവിക്കണം? സ്വർഗത്തിൽ തന്നെ ജീവിക്കണം. ഈ കൂട്ടത്തില് ഇന്നും നാളെയൊക്കെ പരിപാടിക്ക് പുതിയാപ്പിളാര് വരൂല എന്ന് പറഞ്ഞപ്പോ വിഷമിച്ച കുറച്ച് ആൾക്കാരില്ലേ? ഞാൻ വരൂല, ഇജ്ജ് പോയിക്കോ എന്ന് പറയുമ്പോ ഒരു നേരിയ ഒരു സങ്കടം മനസ്സിൽ വന്നോലില്ലേ? ഇല്ല, ആർക്കും ഇല്ല. എല്ലാരും പുതിയാപ്പിളാരും വരുമോ? ഇല്ല, എന്തെങ്കിലും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഈ ചെറിയൊരു പരിപാടിക്ക് 2 ദിവസത്തെ പരിപാടിക്ക് നിങ്ങളെ പുതിയാപ്പിളാരില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ ശാശ്വതമായി നമ്മൾ ജീവിക്കേണ്ട, എന്നേക്കും നമ്മൾ ജീവിക്കേണ്ട നമ്മളെ സ്വർഗത്തില് നമ്മളെ പുതിയാപ്പിളാരും നമ്മളെ കുട്ടികളും ഇല്ലാതിരിക്കുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവുമല്ലേ? ഉണ്ടാവോ? ഭയങ്കര വിഷമായിരിക്കും. നമുക്ക് സ്വർഗത്തിലെത്തിയാലും നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഇണകളെ തേടി നമ്മളിങ്ങനെ അത് നമുക്കൊരു ഭയങ്കര വിഷമായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മളെ കുടുംബത്തോടൊപ്പം കൂട്ടമായിട്ട് എവിടേക്ക് പോകണം? ആ വിശാലമായ സ്വർഗത്തിലേക്ക് പോകണം. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടിച്ചിട്ട് ആ സ്വർഗം ഒന്ന് മനസ്സിൽ കണ്ടോക്ക്. നമുക്ക് എവർ ലാസ്റ്റിംഗ് എൻജോയ്മെന്റ് ഉള്ള, ശാശ്വതമായി നമുക്ക് ആസ്വദിക്കേണ്ട, എന്നും നമുക്ക് ആസ്വദിക്കേണ്ട നമ്മൾ ആ സ്വർഗത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണടിച്ച് പോയൊക്കെ. ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് കണ്ണടിച്ചിട്ട് എന്ത് ചെയ്യാ? ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പുറത്ത് വിട്ട് റിലാക്സ് ആയിട്ടൊന്ന് സ്വർഗം കണ്ടുവെക്ക്. കണ്ണില് വിശാലമായ സ്വർഗം, തോട്ടങ്ങളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉള്ള സ്വർഗം, വിശാലമായ കവാടം അല്ലെ? സ്വർഗത്തിന്റെ വിശാലമായ കവാടം. ആ കവാടത്തിലേക്ക് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂട്ടമായി വരുമ്പോ സലാം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വരവേൽക്കുന്ന മാലാഖമാര്, മണിമാളികകള് മുത്തുകൊണ്ടുള്ളത്, ഭയങ്കര മനോഹരമായിട്ടുള്ള എന്താ പറയാ, ആ ഒരു കസ്തൂരി കൊണ്ടുള്ള ഭയങ്കര എത്രയോ മൈലുകളോളം അടിച്ചു വീറ്റുന്ന മണമുള്ള നല്ല ഭയങ്കരമായ സുഗന്ധമുള്ള സ്വർഗം അല്ലെ? ഒഴുകുന്ന അരുവികള്, പാലിന്റെ പുഴകള്, തേനിന്റെ വെള്ളത്തിന്, ഇങ്ങനെയുള്ള മനോഹരമായ ഒരു സ്വർഗം ഒന്ന് മനസ്സിൽ കണ്ടോക്ക്. നിങ്ങളെ കുടുംബത്തോടൊപ്പം നിങ്ങളെ പുതിയാപ്പിളാരെ കൈയും പിടിച്ച് ആ സ്വർഗത്തിലൂടെ നടക്കുന്നതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടോക്ക്. എന്നിട്ട് ഞാനൊരു പാട്ട് കേൾപ്പിച്ചതാ. കണ്ണടിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്താലേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. മനോഹരായിരിക്കും, അതിമനോഹരായിരിക്കും. അവിടെ എന്താണെന്നറിയോ? രോഗത്തെ പേടിക്കാനല്ല, കാലുവേദനല്ല, മുട്ടുവേദനല്ല, തലവേദനല്ല, വയറുവേദനല്ല, ഒന്നുമില്ല. പേടിയുണ്ടോ? പിശാചിന്റെ ഷെറില്ല, ഉണ്ടോ? ഇല്ല. ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാവില്ല, ടെൻഷനില്ല, ഒന്നുമില്ല. എന്തൊരു രസമായിരിക്കും ആ ഒരു ലോകം. ഒന്ന് കണ്ണടിച്ചിട്ടൊന്ന് ആ ഒരു സ്വർഗം ഒന്ന് കണ്ടോ. എന്നിട്ട് ഈ പാട്ടൊന്ന് കേൾക്കാം. شجرة
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരും ദുആ ചെയ്യുക.